വയനാട് ദുരന്തത്തിന്റെ നടുക്കുന്ന കാഴ്ചയുടെ ഞെട്ടലിൽ നിന്ന് മലയാളി ഇനിയും മോചിതരായിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരും ബന്ധുക്കളും സ്വത്തുക്കളും നഷ്ടപ്പെട്ട് തീർത്തും അനാഥരായവർ, മനുഷ്യ നന്മയുടെ ഉറവ പറ്റാത്തത് കൊണ്ട് മാത്രം ഇന്നും ജീവിച്ചിരിക്കുന്നവർ, താങ്ങാവേണ്ട ഒരു കൈ സഹായം നൽകേണ്ട സർക്കാരുകൾ പക്ഷേ ആശ്രയമറ്റ ഇവർക്ക് നേരെ നിന്നും മുഖം തിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പേരിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ സഹായം വാരിക്കൂട്ടിയിട്ടും പേരിന് പോലും ഈ അഭയാർത്ഥികൾക്ക് അതിന്റെ ഗുണം ലഭിച്ചിട്ടില്ല. വാഗ്ദാനങ്ങളുടെ പെരുമഴ ഇവർക്ക് മുന്നിൽ ചൊരിഞ്ഞെങ്കിലും അവയെല്ലാം പ്രഖ്യാപനങ്ങൾ മാത്രമായി ദുരന്തത്തിനൊപ്പം ഒഴുകിപ്പോയി. മാനുഷിക മൂല്യങ്ങളുടെ കാവൽക്കാരനായി നിന്ന് വയനാടൻ ജനതയെ ചേർത്തു നിർത്തുന്നതായി ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് നിസ്സാരമായി കടന്നുപോയ പ്രധാനമന്ത്രിയും വയനാടിന്റെ സങ്കടങ്ങൾക്കൊപ്പം നിന്നില്ല. വയനാടിനായി പ്രഖ്യാപനങ്ങൾ ഏറെ പ്രതീക്ഷിച്ച ജനങ്ങളെ നോക്കി പ്രധാനമന്ത്രി പറഞ്ഞത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നായിരുന്നു. സംസ്ഥാന സർക്കാർ ദുരിതാശ്വാസ ഫണ്ട് ഉണ്ടാക്കിയെങ്കിലും കാര്യമായ പദ്ധതിയൊന്നും നടപ്പാക്കിയില്ല. മോദി ദുരന്ത മേഖല സന്ദർശിച്ചു പോയെങ്കിലും നയാ പൈസ ഈ ദുരന്തത്തിലേക്ക് നൽകിയില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് മാനുഷിക പരിഗണന പോലും നൽകാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിച്ചപ്പോൾ വയനാടൻ ജനതയെ ചേർത്ത് നിർത്തി പ്രിയങ്ക ഗാന്ധി സമര ആഹ്വാനമായി രംഗത്തിറങ്ങുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിക്കാനാണ് തീരുമാനം. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയരുന്നതിനിടെയാണ് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് നേതൃത്വവുമായി പ്രിയങ്ക എത്തുന്നത്. പ്രിയങ്കയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒപ്പമുണ്ട്. ഉറ്റവരെ പോലും നഷ്ടപ്പെട്ട ദുരിതബാധിതർക്കായുള്ള കേന്ദ്ര സഹായം ഉടൻ നൽകണമെന്ന ആവശ്യവുമായി UDF ശക്തമായ പ്രതിഷേധങ്ങൾക്കൊരുങ്ങുകയാണ്. ഈ മാസം 30-ന് പ്രിയങ്ക കേരളത്തിലെത്തും. പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പ്രിയങ്ക എത്തുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് വയനാട് നോക്കിക്കാണുന്നത്.